നിങ്ങൾ ഒരു ആൻഡ്രോയിഡ് യൂസർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ ഡിഫാൾട്ടായിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുള്ള ഒരു സർവീസ് ഉണ്ടാവും. മിക്ക ആൾക്കാർക്കും ഇതിനെപ്പറ്റി അറിയുന്നതായിരിക്കും, പക്ഷെ പല ആൾക്കാരും ഇത് യൂസ് ചെയ്തില്ല എന്നുള്ളതാണ് സത്യം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. ഇതിൽ കുറേ യൂസ്ഫുൾ ആയിട്ടുള്ള ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൽ കുറേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഇപ്പം പലരും വിചാരിക്കുന്നത് ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഇംഗ്ലീഷിൽ മാത്രമാണ് വർക്ക് ചെയ്യുക എന്നാണ്. എന്നാൽ അങ്ങനെയല്ല, ഗൂഗിൾ അസിസ്റ്റൻറ്റ് വളരെ നല്ല രീതിയിൽ മലയാളത്തിലും വർക്കാവുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗൂഗിൾ അസിസ്റ്റൻറ്റിൻ്റെ ലാംഗ്വേജ് മലയാളത്തിലോട്ട് മാറ്റാവുന്നതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഓക്കെ ഗൂഗിൾ, ചേഞ്ച് ലാംഗ്വേജ് ടു മലയാളം. അപ്പോൾ സംഭവം ഇത്രയും സിമ്പിളാണ്. ജസ്റ്റ് ചേഞ്ച് ലാംഗ്വേജ് ടു മലയാളം എന്ന് ഗൂഗിൾ അസിസ്റ്റൻറ്റിനോട് പറഞ്ഞാൽ മതി, ലാംഗ്വേജ് ചേഞ്ച് ആയിട്ടുണ്ടാവും. ഇനി സെറ്റിങ്സിൽ പോയിട്ട് എങ്ങനെയാണ് ചേഞ്ച് ആക്കുക എന്ന് ചോദിച്ചാൽ, ഫോൺ എടുക്കുക, ഫോൺ എടുത്തിട്ട് സെറ്റിങ്സിലോട്ട് പോവുക. സെറ്റിങ്സിൽ പോയാൽ താഴെ ഗൂഗിൾ എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെ സെറ്റിങ്സ് ഫോർ ഗൂഗിൾ ആപ്സ് എന്നുള്ള ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ നമുക്ക് സെർച്ച് അസിസ്റ്റൻ്റ് ആൻഡ് വോയിസ് എന്നുള്ളൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഡയറക്റ്റായിട്ട് ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുള്ള സെർച്ച് ചെയ്താൽ മതി. അങ്ങനെ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റിലോട്ട് പോകാവുന്നതാണ്. ഇപ്പം ഇതിൽ ലാംഗ്വേജസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടാവും. ഇപ്പം ഇവിടെ മലയാളമായിട്ട് മാറിയിട്ടുണ്ട്. നേരത്തെ ഇംഗ്ലീഷ് ആയിരുന്നു, ഞാൻ ജസ്റ്റ് പറഞ്ഞിട്ട് മലയാളം ആക്കിയതാണ്. ഇപ്പം മലയാളം ആഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് ആഡ് ചെയ്യാൻ പറ്റില്ല. അതല്ല, ഇംഗ്ലീഷ് ആണെന്നുണ്ടെങ്കിൽ വേറെ ലാംഗ്വേജ് ആഡ് ചെയ്യാം. പക്ഷേ അതിൽ വരുന്നൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളം ആക്കിയിട്ട് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഹിന്ദിയൊക്കെ ഉണ്ട്, പക്ഷേ മലയാളം ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏത് ലാംഗ്വേജാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു ലാംഗ്വേജ് ഇവിടെ ആഡ് ചെയ്ത് വെക്കുക. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഹേ ഗൂഗിൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പം അതിൽ ഓക്കെ ഗൂഗിൾ എന്നുള്ളൊരു സർവീസ് ഉണ്ട്. പക്ഷേ അത് നല്ല രീതിയിൽ വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ ഈ ലാംഗ്വേജ് ഇംഗ്ലീഷിലാക്കി സെറ്റ് ചെയ്യണം. ഇപ്പം ജസ്റ്റ് ഒന്ന് ഇംഗ്ലീഷിലാക്കി സെറ്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഓക്കെ ഗൂഗിൾ എന്നുള്ളത് ഓണാക്കി കൊടുക്കുക. അപ്പോൾ നമ്മളോട് ഓക്കെ ഗൂഗിൾ എന്ന് 3 പ്രാവശ്യം പറയാൻ പറയും. നെക്സ്റ്റ് അടിക്കുക, എന്നിട്ട് ഐ അഗ്രി എന്നുള്ളത് കൊടുക്കുക. ഓക്കെ ഗൂഗിൾ, ഓക്കെ ഗൂഗിൾ, ഓക്കെ ഗൂഗിൾ, എന്നിട്ട് ഫിനിഷ് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 പ്രാവശ്യം പറഞ്ഞാൽ നമ്മുടെ വോയിസും കാര്യങ്ങളൊക്കെ ഇതിൽ റെക്കോർഡായിട്ടുണ്ടാവും. ഇപ്പം നമുക്ക് ഈ ഒരു ഓഡിയോസൊക്കെ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് ഗൂഗിളിൻ്റെ ആവശ്യത്തിന് വേണ്ടി സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സേവ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ നോട്ട് നൗ എന്നുള്ളത് കൊടുത്താൽ മതി. ഇപ്പം ഈ ഒരു നമ്മുടെ വോയിസ് റെക്കോർഡ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്ക് ഓക്കെ ഗൂഗിൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു വോയിസ് അസിസ്റ്റൻറ്റ് ഓൺ ആവും. നമ്മൾ ഏത് ബട്ടണിൽ പോയിട്ട് ക്ലിക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഈ ഒരു ബട്ടനൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അസൈൻ ചെയ്യാവുന്നതാണ്. ഇപ്പം എൻ്റെ ഫോണിൽ സെൻറ്റർ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഗൂഗിൾ അസിസ്റ്റൻറ്റ് ഓണായി വരുന്നത്. ഇപ്പോൾ ചില ഫോണിലൊക്കെ അത് മാറ്റാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി ഇതിൽ വേറെ വരുന്നൊരു ഫീച്ചറാണ് ലോക്ക് സ്ക്രീൻ എന്നുള്ളൊരു ഫീച്ചർ. അതായത് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഗൂഗിൾ അസിസ്റ്റൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതിൽ റൂട്ടീൻസ് എന്നുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. ഇത് സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം പറയുമ്പം കുറേ കാര്യങ്ങൾ ഗൂഗിൾ അസിസ്റ്റൻറ്റ് നമുക്ക് പറഞ്ഞുതരും. ഇപ്പം ഇവിടെ മുകളിൽ കൊടുത്തിട്ടുണ്ട് ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ടെൽ മീ അബൌട്ട് മൈ ഡേ എന്നുള്ളത് നമ്മൾ പറഞ്ഞാൽ ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരും. അതായത് ഇന്നത്തെ കലണ്ടറിനെ പറ്റി പറഞ്ഞുതരും, വെതർ എങ്ങനെയുണ്ട് എന്നുള്ളത് പറഞ്ഞുതരും, എന്തെങ്കിലും റിമൈൻഡർ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരും, ആരെങ്കിലുടെയൊക്കെ ബർത്ത്ഡേ ഉണ്ടെങ്കിൽ അത് പറഞ്ഞുതരും. അതുപോലെ തന്നെ ന്യൂസുകളൊക്കെ പ്ലേ ആവും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിളിന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഓക്കെ ഗൂഗിൾ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ ഒറ്റൊരു കാര്യം എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ നമുക്ക് ഇതിൽ എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങൾ കൊടുത്താൽ മതി. ഇവിടെ ആഡ് സ്റ്റാറ്റസിൽ എന്ത് കാര്യം പറയുമ്പോഴാണ് ഇത് പ്ലേ ആവേണ്ടതെന്ന് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ആഡ് ആക്ഷൻസ് എന്നുള്ളതുണ്ട്. എന്തൊക്കെ ആക്ഷൻസ് ആണോ വേണ്ടത് ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിൽ ഡിഫാൾട്ടായിട്ട് കുറേ ആക്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ കോളൊക്കെ ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഗൂഗിളിനോട് പറഞ്ഞാൽ മതി കോൾ ചെയ്യാൻ. ഓക്കെ ഗൂഗിൾ, കോൾ ജുനൈദ്.
ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു കോൾ കണക്റ്റ് ആവാൻ പോകുന്നുണ്ട്. ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ പാട്ട് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് പാട്ട് കേൾക്കാവുന്നതാണ്. ഓക്കെ ഗൂഗിൾ, പ്ലേ 90s ഹിറ്റ്സ്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം യൂട്യൂബ് മ്യൂസിക്കിലോട്ട് ഇത് ഡയറക്റ്റായിട്ട് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് അതിൽ പ്ലേ ആവുന്നുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മലയാളത്തിലും ഇത് പറയാവുന്നതാണ്. ഇപ്പം ലാംഗ്വേജ് ചേഞ്ച് ആക്കിയാൽ മതി. ഇപ്പം ഞാൻ ഇംഗ്ലീഷിൽ സെറ്റാക്കിയിട്ടുണ്ട്. മലയാളത്തിലോട്ട് വീണ്ടും സെറ്റാക്കി നോക്കാം. 90കളിലെ മലയാളം ഹിറ്റ് പാട്ടുകൾ പ്ലേ ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പം നേരെ യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ആയിട്ടുണ്ട്. അതിൽ കാണിക്കുന്നത് ഗോൾഡൻ ഹിറ്റ്സ് ഓഫ് 90s എന്നാണ്. അപ്പോൾ മലയാളത്തിൽ പറഞ്ഞാൽ വരെ ആ പാട്ടുകൾ പ്ലേ ആവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഗൂഗിൾ അസിസ്റ്റൻ്റ് എന്നുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സർവീസാണ്. ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക.